പെണ്ണുകുട്ടിന്ന് പെണ്ണിന്റെ അച്ഛനാണോ? എന്തു പറ്റി? വന്ന കാറിൽ കല്യാണ ചെക്ക ഇല്ലെന്നോ? അയ്യോ, അതിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കേട്ടോ. കല്യാണ ചെറുക്കനെ ഒരു സർപ്രൈസ് വെക്കുന്നതാ. അത് വേറൊന്നുമല്ല, നിങ്ങളിപ്പം ചെക്കൻ കാറിലില്ലെന്ന് അറിഞ്ഞപ്പോ ടെൻഷനായില്ലേ? ഈ സമയത്ത് ചെക്കൻ ഒരു ടൂറിസ്റ്റ് ബസ്സിലേക്ക് നേരെ അവിടെ വന്ന് വെടിയും പുകയായിട്ട് ഇറങ്ങുന്നു. അതാ പുള്ളിയുടെ സർപ്രൈസ്. പിന്നെ ഈ സർപ്രൈസിന്റെ കാര്യം വെളിയിൽ ആരും അറിയണ്ട കേട്ടോ, നമ്മൾ അറിഞ്ഞാ മതി. എന്തോന്ന് സ്പീക്കർ ഫോൺ ഇട്ടേക്കുന്ന? അപ്പൊ അത് തന്നെ പൊളിച്ച ആദ്യമേ. ശരി ശരി, ഞാൻ വിളിക്കാം. ഹായ്, ഞാൻ ലക്ഷറിയുടെ ആളാണ്. ഞാനും അതിന്റെ ആളാണ്. നമ്മള് ഈ ഉരുട്ടി തട്ടണം. എന്ത് റേഷനരി? റേഷനറി അല്ല, പിന്നെ ലക്ഷറി ബസ്സില്, ടൂറിസ്റ്റ് ബസ്സില് ഉണ്ടല്ലോ, അതല്ലേ ആ കിടക്കുന്നേ? അതിന് ഡ്രൈവറാണ് ഞാൻ, ലാലപ്പൻ. നീ ലാലപ്പനല്ല, ലാഗപ്പൻ. അതെന്താ? 9 മണിക്കല്ലായിരുന്ന സമയം. ഇപ്പൊ എത്ര മണിയായി? 11 മണിയായി. ഇവിടെ കല്യാണത്തിന് മണ്ഡപത്തിൽ പോകേണ്ട ആൾക്കാരെല്ലാം കള്ളവണ്ടി കയറിയാണ് അവിടെ പോയത്. അറിയാവോ? എന്റെ അച്ഛൻ അവിടെ 3ാമത്തെ പന്തി കയറിയതിന് എല്ലാരും കൂടെ എടുത്ത് അടിച്ച്. പിന്നെ 3 പ്രാവശ്യം സദ്യ ഉണ്ണാൻ കയറി കഴിഞ്ഞാൽ അവരടിക്കൂലേ? അത് നിങ്ങൾ പറയുമ്പോ പെട്ടെന്ന് വരാൻ പറ്റുമോ? സൈക്കിളല്ല ഓടിച്ചു വരാൻ വേണ്ടി. അത് വലിയ വണ്ടിയാ. അത് വലിയ വണ്ടിയാണെന്ന് വിചാരിച്ച് 3-4 ദിവസം ഓട്ടം കഴിഞ്ഞ് കിടന്നു. അതിന് അത് കഴുകണമായിരുന്നു. അത് കഴുകുന്നതിന് എന്താ സിമ്പിളായിട്ട് കഴുകി മാറ്റണം? അത് പാത്രം കഴുകുന്നതിന് എളുപ്പം കഴുകാൻ പറ്റത്തില്ല, ബസ്സാ അത്. ഫ്രണ്ട് കഴുകിയിട്ട് ഓട്ടോറിക്ഷ വിളിച്ച് ബാക്കി വരണം, ബാക്കി സൈഡ് കഴുകണമെങ്കിൽ എത്രമാതിരി നീളമാണ്. പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഒരു കാര്യം പറഞ്ഞേക്കാം. എന്താണ്? എന്റെ ബസ്സിനകത്ത് ചള്ള ചവിട്ടി കെട്ടി കഴിഞ്ഞാൽ മൂട്ടുകാർ ഞാൻ തല്ലി ഓടിക്കും. അയ്യോ, അതെന്താ ഇത്ര പിടിവാശി ഇവിടെ ഓട്ടം വന്നിട്ട്? അത്രയ്ക്ക് ഡിജിറ്റൽ സിസ്റ്റം ഉള്ള വണ്ടിയാണത്. ആ ഡിജിറ്റൽ സിസ്റ്റത്തിൽ നിന്ന് വരുന്നത് എന്താണെന്ന് എനിക്കറിയാം. ഒട്ടകത്തെ തട്ടിക്കോ, തട്ടിയാരെ മുട്ടിക്കോ, അതല്ലേ അതിനകത്ത് വരുന്നത്. ഓട്ടാത്ത തട്ടിക്കോ ഞാൻ ഇടും. അതിനകത്ത് കിടന്ന് തുള്ളിച്ചാടാൻ ഞാൻ സമ്മതിക്കത്തില്ല. സമ്മതിക്കാത്ത അതിന്റെ പലകല്ലാണ്ട് ഇളകി കിടക്കുക. ആ സ്പീക്കർ കുത്തിയേക്കുന്ന 4 ബോൾട്ടിലാണ് ആ വണ്ടി ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്നത്. ആണല്ലേ? കഴിഞ്ഞിടയ്ക്ക് ഒരു ഭയങ്കര അബദ്ധമുണ്ടായി കേട്ടോ. എന്താണ്? ഞങ്ങൾ കൊടൈക്കനാലിൽ കുറെ ആൾക്കാരെ കൊണ്ട് ടൂർ പോവായിരുന്നു. പിന്നെ അല്ലാതെ കൊടൈക്കനാലിൽ കുറെ ആൾക്കാരെ കൊണ്ട് പോകാതെ പിന്നെ ഉണക്കത്തേക്ക് പറക്കിയിട്ടുണ്ട് ടൂർ പോകും. പിന്നെ കൊടൈക്കനാലിൽ ഞങ്ങൾ ടൂർ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തേ ഞാൻ ഈ ഒട്ടകത്തെ തട്ടിക്ക് ഇട്ടു. ഇവരെല്ലാം കൂടെ വണ്ടിക്കകത്ത് കിടന്ന് തുള്ളി. എനിക്കത് കണ്ട് ഭയങ്കര ഇംപ്രഷൻ. ഞാൻ സ്ഥിരങ്ങനെ വിട്ടിട്ട് ഞാനും കിടന്ന് തുള്ളി. അങ്ങനെ കൊടൈക്കനാലിൽ നിന്ന് 10 മിനിറ്റ് കൊണ്ട് പളനി വരെ എത്തി. ബൈ റോഡ് വരെ ഇങ്ങനെ ചാടി 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 വണ്ടി. ആണല്ലേ? അപ്പൊ എന്നിട്ട് അകത്തിരുന്ന ആൾക്കാരും അറിഞ്ഞില്ലേ? എല്ലാം വെള്ളമല്ലായിരുന്നു. അയ്യോ, പളനി ചെന്നപ്പോ 6 ചൂലം അങ്ങ് കുത്തി കയറ്റി. നേർച്ച ഉണ്ടായിരുന്നോ? അല്ലല്ല, ബസ്സിനകത്തിരുന്നൊരു കുത്തി കയറ്റിയത് കാളം പൂളം വണ്ടി ഓടിച്ചാൻ എന്റെ ദേഹത്ത്. ഇതൊക്കെ പറയാൻ താങ്കളാരാ? ഞാന് ചെക്കന്റെ മൂത്ത ചേച്ചിയുടെ മൂത്ത ചേച്ചിയെ കിട്ടിയ ഭർത്താവാ. ചേച്ചിക്കല്ല മൂത്തിരിക്കുന്നത്, ഇയാൾക്കതല്ല ഇപ്പൊ മൂത്തി. ഈ പറഞ്ഞു വരുമ്പോഴേ ഈ ചെറുക്കൻ ആരായിട്ട് വരും? ചെറുക്കന് എന്റെ അപ്പച്ചയായിട്ട് വരും. സാധാരണ ചെറുക്കൻ ആരായിട്ടാണ് വരുന്നത്? ചെറുക്കനായിട്ടല്ലേ വരുന്നത്? ചെറുക്കനാണ് അളിയിൽ ഇവിടെ വർത്താനം പറഞ്ഞോണ്ട് നിൽക്കണോ? പിന്നെ ആ പെണ്ണിന്റെ വീട്ടിൽ ആരാണ്ട് എന്നെ വിളിച്ച് റജിയാ അല്ലാന്ന് തെറിയുടെ തെറി, പൂര തെറി. എന്തിന്? ദൈവമേ, നമ്മൾ അവരോടൊരു സർപ്രൈസ് പറയാൻ വേണ്ടി വെച്ചായിരുന്നില്ലേ? ഞാൻ വണ്ടി ചെന്ന് അവിടെ ഇറങ്ങുന്നു. ഏതോ ഒരു സാമദ്രോഹി നേരത്തെ അത് വിളിച്ച് അവരോട് പറഞ്ഞു. ദൈവമേ, ആ പ്രാന്തന്റെ തലയിൽ ഈ നിൽക്കണ വരിക്കച്ചക്ക വീട് പൊട്ടി തകർത്ത് ചത്തു പോണേ. ചക്കന്നെ വീണോന്നുണ്ടോ? ഒരു നെല്ലിക്ക വീണാലും പോരെ? അല്ല, രാവണിക്ക് വരിക്കച്ചക്ക തന്നെ വീണു. ആണല്ലേ? അല്ല, ഇത് പുള്ളിയെ പരിചയപ്പെട്ടോ? ഇല്ല. അതായത് പുള്ളി ഈ വണ്ടി നിങ്ങളുടെ സർപ്രൈസ് പോകാനായിട്ട് വന്നില്ല വണ്ടി, ആ വണ്ടിയുടെ ഡ്രൈവറാണ് കേട്ടോ. ലക്ഷറി ഡ്രൈവറാണ്. അതെ, എന്നെ പൊന്നു കേട്ടാ വർത്താനം പറഞ്ഞോട്ട് നിൽക്കല്ലേ, പെട്ടെന്ന് പോവാൻ സമയമില്ല. പെട്ടെന്ന് പോകാൻ പറ്റുമോ? വണ്ടി കുറച്ചു നേരം അവിടെ ഓഫ് ആക്കിയിട്ട് എന്നാലേ ഇഞ്ചൻ നടക്കത്തുള്ളൂ. ഇല്ല, ഞാന് ചെക്കന്റെ അളിയനായോണ്ട് പറയുകയാണ്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം, ഇല്ലെങ്കിൽ വിട്ടേക്ക്. ഈ എഞ്ചിൻ എടുത്ത് നമുക്ക് നമ്മുടെ ഫ്രിഡ്ജ് ചെറുതാണ്, ആ ഫ്രീസറിൽ വെച്ചാൽ അത് തണുക്കൂലേ എന്നുള്ളൊരു അഭിപ്രായം ഉണ്ട്. വേണമെങ്കിൽ സ്വീകരിക്കാം, ഇല്ലെങ്കിൽ കളയാം. ആ കിടക്കുന്നത് ടൂറിസ്റ്റ് അല്ല, ചോക്കാബാറല്ല. ഓക്കെ, അപ്പൊ വേണ്ട. അതെ, എന്റെ പൊന്നു ചേട്ടാ, 1/2 മണിക്കൂർ ഓട്ടോ ഉണ്ട് അവിടെ. പെട്ടെന്ന് ചെല്ലണം അവിടെ, വേഗം വാ. നിങ്ങൾ പേടിപ്പിക്കണമെന്നേ, പറപ്പിച്ച് പറമ്പിക്കൊണ്ട് കൊടുത്താ നിങ്ങളെ. അയ്യോ, വേറെ ഒരു കുഴപ്പമില്ല കേട്ടോ, വയറിനൊന്നും വേറെ പ്രശ്നമൊന്നുമില്ല. പറപ്പിച്ച് ചെറുക്കനെ കൊണ്ട് പറമ്പിരുത്താന്ന് പറഞ്ഞു. പറമ്പിരുത്താന്നല്ലേ പറഞ്ഞില്ല, ഞാൻ പെട്ടെന്ന് പറപ്പിച്ച് അവിടെ കൊണ്ട് ഇരുത്താമെന്നാ പറഞ്ഞത്. ആണല്ലേ? അത് ശരി. പിന്നെ എന്റെ ചെറുക്കൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യവും ഉത്തരവാദിത്തത്തോടെ ഞാൻ ചെയ്യും എല്ലാ കാര്യങ്ങളും. പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യും. കാരണം കൊച്ചിലെ ഞാൻ ഇവനും കൂടെ ജീവിച്ചെങ്ങനെയാണെന്ന് അറിയാം. അച്ഛന് മുന്നോട്ട് വന്നു. അലീനായിട്ടല്ല, അത്ര സ്നേഹത്തോടെ ജീവിച്ചത്. എന്റെ ചക്കര കുടമായി നിൽക്കുന്ന അറിയാവോ? എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല, എന്റെ മൂത്ത ചേച്ചിയോടായിരുന്നു ഇവൻ അന്നേരം നോട്ടം. 18 വയസ്സായ പൂർത്തിയായ അന്ന് രാത്രി ഇവൻ അവളെ അടിച്ചോണ്ട് പോയി. അങ്ങനെ പറയല്ലേ. സിനിമ നടന്ന അവളെ കെട്ടിയില്ലേ? അതോ സിനിമ വലിയ സിനിമ നടന്നല്ലേ? ഞാൻ തെലുങ്ക് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ലുണുക്ക് ലുക്ക എന്ന് പറഞ്ഞൊരു സിനിമയിൽ. അല്ലു അർജുന്റെ ലുണുക്ക് ലുക്കയിൽ മെയിൻ അല്ലായിരുന്ന ഞാൻ. അല്ലു അർജുൻ എന്നോടൊപ്പം അഭിനയിച്ച്. അത് ശരിയാവത്തില്ലല്ലോ. അത് സാധാരണ അല്ലു അർജുന്റെ കൂടെ നമ്മൾ അഭിനയിക്കുന്നത്. സാധാരണ അല്ലല്ലോ, ഞാനല്ലേ ചെറുക്കന്റെ അളിയനല്ലേ, അപ്പൊ ആ ലെവലിലുള്ള സാധനമാണ്. അതിനകത്ത് ഞാനെന്ന് പറഞ്ഞാൽ ഈ അല്ലു അർജുന് ഈ സൈക്കിൾ ആക്സിഡന്റ് പറ്റിയിട്ട് ICU
കിടക്കുന്ന ഒരു സീനുണ്ടല്ലോ. ആ, ഞാൻ കണ്ടു. പുള്ളി ഇങ്ങനെ ടെൻഷൻ അടിച്ച് കിടക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് ഒരു പാണ്ടി ലോറി ഇടിച്ച് കയറി ഇറങ്ങി പോയിട്ട് മൊത്തം പഞ്ഞി വെച്ച് കെട്ടിയിട്ട് ബാൻഡേജ് ഒക്കെ ചുറ്റി ഇങ്ങനെ രണ്ട് കണ്ണ് മാത്രം ഇങ്ങനെ കാണുന്ന ഒരാൾ കിടപ്പുണ്ടല്ലോ. ഞാനാണ്. കണ്ടായിരുന്നല്ലേ? ഒറ്റ ടേക്കിലൊക്കെ ഒറ്റ ടേക്കിലായിരുന്നു ഓക്കെ ആക്കിയത്. ഈ തമിഴന്മാരിൽ അങ്ങനെ ഇയാളെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചാലായിരുന്നു ഈ പഞ്ഞിക്കെട്ട്. പൊന്നു ദൈവം തമ്പുരാനെ, സിനിമയിൽ മുഖം കാണിച്ച് അഭിനയിച്ചെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കണ്ണ് കാണിച്ച് അഭിനയിച്ച ഒരുത്തനെ ആദ്യമായിട്ട് ഞാൻ കാണുക. മുടിഞ്ഞ തെലുങ്കുന്നോണ. പിന്നെ ചേട്ടാ, ഞങ്ങൾ ഈ അളിയന്റെ സിനിമ കാണാൻ പോണ എങ്ങനെയാന്ന് അറിയാമോ? മറ്റേ ഈ വാന നിരീക്ഷണത്തിന്റെ മറ്റേ വലിയ ബൈനോക്കുലറില്ലേ, അതുകൊണ്ടാ പോണെ. അത്ര സ്നേഹ. അതുകൊണ്ടല്ലളിയാ, അളിയനെ നമുക്ക് ഈ സിനിമയിൽ എവിടെയെങ്കിലും ഇട്ടൊന്ന് കണ്ട് പിടിക്കണ്ടേ. എന്നെ കളിയാക്കുന്നതായിട്ട് സൂചിക്കാതെ വണ്ടി എടുക്കാൻ നോക്കുന്ന എത്രയും പെട്ടെന്ന്. പിന്നെ അളിയാ, ഉത്തരവാദിത്തത്തോടെ കാര്യങ്ങളെല്ലാം ഞാൻ മണ്ഡപത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ചെയ്യും. ആയിരിക്കും. എന്റെ ദൈവമേ, സ്വന്തം ദേഹത്ത് തപ്പി സൂഹിക്കണ ഒരാളെ വണ്ടിയുടെ കീ കാണാനില്ല. ശരിക്കും വണ്ടിയുടെ താഴോട്ട് കമന്ന് നോക്കിയ കീഴെ കാണാലോ. വണ്ടിയുടെ കീഴെ കാണാനില്ല. വണ്ടിയുടെ താക്കോല് കാണാനില്ലേ? താക്കോലല്ലേ? അയ്യോ ദൈവമേ, എന്റെ കല്യാണം മുടങ്ങി. അയ്യോ ദൈവമേ, എന്റെ കല്യാണം മുടങ്ങി. എങ്ങനെ താക്കോല് കാണാതിരിക്കും? നിനക്ക് അഹങ്കാരമല്ലേ? അഹങ്കാരം. ഈ വണ്ടി കയറിയാണ് അവിടെ പോകേണ്ടത്. ആ കാറിൽ പോയിരുന്നെങ്കിൽ കല്യാണം കൃത്യസമയത്ത് നടക്കൂലായിരുന്ന. നിനക്ക് ഇവിടെ ഈ വണ്ടി കയറി പോയി അവിടെ സർപ്രൈസ് കൊടുക്കണം. ഇതെന്താ ആവശ്യമാണ് അതിന്റെ ആവശ്യം? നിനക്ക് മാത്രമല്ല, നീ എന്താ പറഞ്ഞ എന്റെ സിനിമ കാണാൻ വേണ്ടിട്ട് ബൈനോക്കുലർ കൊണ്ടുപോകുന്നു. അല്ലാതെ കാണാൻ പറ്റില്ല. ഒരു മണവാളനായപ്പോ അവരെ അഹങ്കാരം മൂത്തേക്ക്. ചെവിക്കകത്തോടെ നോക്കാമോ? എന്താ ചെവിക്കകത്തൊരു താക്കോലിട്ട് തിരിക്കുകയായിരുന്നു ചൊറിയാൻ വേണ്ടി. നിനക്ക് ഒരു കുറവില്ലേടാ? അങ്ങനെ ഇറങ്ങിപ്പോയാ അതിനകത്ത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ കല്യാണം നടന്നില്ലെങ്കിൽ എന്റെ ശവം ഞാൻ തീറ്റിക്കും. അരയടി അടിച്ചായിരുന്നു, ഇപ്പൊ ചത്തരിയായിരുന്നു. എന്റെ ശവം നിന്നെ കൊണ്ട് ഞാൻ തീറ്റിക്കൂടാ. അയ്യോ, ഞാൻ വെജ്ജാ. വെച്ചത് അവിടെ ഇരിക്കട്ടെ. നീ ആദ്യം പോയി നിന്റെ വണ്ടിയുടെ താക്കോല് വച്ചെടുത്ത് നോക്കണോ. ഒരു മിനിറ്റ്. അമ്മയാണ് സത്യം. ഈ കല്യാണം നടന്നില്ലെങ്കിൽ ആ നിക്കണ വരിക്കപ്ലാവിൽ ഞാൻ കെട്ടി തൂങ്ങിച്ചാവും. പറഞ്ഞിട്ട് എന്തായാലും കയറി തൂങ്ങുന്നത് നന്നായി. ഇല്ലെങ്കിൽ മണവാളം ചക്കയെന്നും പറഞ്ഞ് ആരെങ്കിലും കമ്പിട്ട് കുത്തിയാനതില്ല. ഹലോ, ആണല്ലേ? ശരി. ഒരു സന്തോഷ വാർത്ത ഉണ്ട് കേട്ടോ. പെണ്ണ് വീട്ടിൽ നിന്നാണ് വിളിച്ചത്. നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. എന്ത് സർപ്രൈസ്? അതായത് നീ ഈ ബസ്സിൽ അവിടെ ചെന്ന് ഇറങ്ങൂലേ, അപ്പൊ പെണ്ണ് വീട്ടുകാരെ എല്ലാം കൂടെ കല്യാണ മണ്ഡപത്തിൽ വട്ടം ചുറ്റിയിരിക്കും. ഈ പെണ്ണിനെ കാണാൻ വേണ്ടി നേരെ മണ്ഡപത്തിൽ ചെന്ന് അങ്ങ് കേറുന്നതും ചൂട് പായസം അവർ നിന്റെ തലയിൽ ഒഴിച്ചു തരും. അയ്യോ, അപ്പൊ പെണ്ണ അത് കൃത്യസമയത്ത് വേറൊരു ചെക്കൻ കെട്ടി. എന്റെ ദൈവമേ, എന്റെ കല്യാണം വണ്ടിക്കകത്ത് തന്നെ ഉണ്ടായിരുന്നു. അതാ കൊടിഞ്ഞേ. ഒന്നങ്ങോട്ട് തിരിഞ്ഞു. എന്തിനായിരുന്നു? എടാ, ലോകത്തെ സകലമാന സ്ഥലത്ത് ഈ താക്കോല് തപ്പിയ സ്ഥിതിക്ക് നിനക്ക് നിന്റെ സ്വന്തം വണ്ടിയിലൊന്നും തപ്പാൻ പാടില്ലായില്ലടാ പ്രാന്ത. ഒരു നല്ല കൈഡി. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.